മുസ്ലിം ലീഗ് നൽകിയ സ്നേഹഭവനത്തിൽ അവരൊക്കെ ഒന്ന് കയറി താമസിക്കുകയാണ്. ചെറിയ ലളിതമായ ചടങ്ങിൽ കുഞ്ഞാടി സാഹിബ് സംസാരിക്കാണ്. അദ്ദേഹത്തിന് വാക്കുകൾ പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഞാൻ നിർത്താണെന്ന് പറഞ്ഞ് വാക്കുകൾ മുഴുവിപ്പിക്കാൻ കഴിയാതെ അദ്ദേഹം ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖം കടന്നു വന്നവരാണ്. പക്ഷെ ഇന്ന് നമ്മൾ അവരുടെ മുഖത്ത് കണ്ട ഒരു ആനന്ദാശ്രമാണ്. അത്രയും ചെയ്യാൻ കഴിഞ്ഞത് വലിയ ഭാഗം. ഞാൻ കൂടുതൽ പറയുന്നില്ല. അദ്ദേഹത്തിന് സംസാരം കൂട്ടിയിരുന്നുണ്ടായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ഇതിന്റെ അത്രയ്ക്കേറെ ഹൃദയം കൊണ്ട് നിർമ്മിച്ച ഒരു പദ്ധതിയാണ് ഇത്. ഇത്രയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും നേരിട്ടിട്ടാണ് ഇത് ഈ നിലയിലേക്ക് എത്തിച്ചതെന്ന് പുള്ളിക്കറിയാം. നമ്മൾ അത്രയും ബോൾഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കണ്ടില്ല. പെട്ടെന്നൊന്നും വികാര നിർഭരനാണ് ആളൊന്നുമല്ല കുഞ്ഞാടി സാഹിബ്. പക്ഷെ അയാൾക്ക് പോലും സംസാരിക്കാൻ കഴിയാതെ ഇരിക്കേണ്ടി വന്നു. ആ തരത്തിലാണ് ലീഗ് ഈ ഒരു പദ്ധതിയെ കണ്ടത്. ഹൃദയം കൊണ്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അതിനുശേഷം സാദിഖ് അലി തങ്ങൾ പറഞ്ഞത്. ഈ ഒരു പദ്ധതിയിൽ ഒരുപാട് ഹീറോസ് ഉണ്ട്. എണ്ണി പറയാൻ പറ്റുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ സാദിഖ് അലി തങ്ങൾ, പി കെ കുഞ്ഞാടി സാഹിബ്, പി കെ ബഷീർ സാഹിബ്, ഇവർ ഇതിനെടുത്ത എഫേർട്ടുകൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആർക്കിടെക്ട് ടോണി താക്കോൽദാന ചടങ്ങിൽ പി കെ ബഷീറിനെ കുറിച്ച് പറഞ്ഞത്, ഒരു വേള ഫോൺ ഞാൻ ബ്ലോക്ക് ചെയ്യട്ടെ എന്ന് വരെ ആലോചിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറയണത്. കാരണം അത്രയും എഫേർട്ട് എടുത്തിട്ട് നിരന്തരം ഇതിനുവേണ്ടി വിളിച്ചിട്ട് ഒരു തരത്തിലും ലീഗ് ഒരു കാര്യത്തിലും ഈ വീടുകളിൽ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ആ ഇരകൾക്ക്, ആ പാവപ്പെട്ടവർക്ക് എല്ലാം നഷ്ടപ്പെട്ടു വരുന്നവരാണ്. ഒരു വീടുണ്ടാക്കി കൊടുത്താൽ പോരാ, എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം, ബെസ്റ്റ് ആയിരിക്കണം എന്നുള്ളൊരു ദൃഢനിശ്ചയം ഉണ്ടായിരുന്നു പാർട്ടിക്ക്. കാര്യങ്ങളുടെ തുടക്കം മുതലേ കുത്തുവാക്കുകളായിരുന്നു. ഒരു നല്ല പ്രവർത്തിക്ക് ഇറങ്ങിയപ്പോൾ വരെ ലീഗ് പറ്റിക്കുന്നവരാണ്, ലീഗ് പറ്റിക്കും, നിങ്ങൾ സർക്കാർ വീട്ടിലേക്ക് മടങ്ങി വരൂ എന്തൊക്കെയാ പറഞ്ഞിന്. ഈ പി കെ ബഷീറിനടക്കം ഈ കമ്മിറ്റിയിലിട്ടപ്പോൾ കെട്ടിജലിൽ പറഞ്ഞത് ക്രിക്കറ്റ് ടീം പ്രഖ്യാപിച്ചാണോ എന്നുള്ളതാണ്. അങ്ങനെ തുടക്കം മുതലേ അവഹേളിക്കാനും ദ്രോഹിക്കാനും പിറകെ നടന്നു. ആ സ്ഥലം എടുത്തപ്പോൾ എന്തൊക്കെ വിവാദങ്ങളാണ് ഉണ്ടാക്കിയത്. ചാനലൊക്കെ അത് ഏറ്റെടുത്തില്ലേ. ഈ പാവങ്ങളെ വീണ്ടും നിരാശരാക്കി, ആശങ്കയിലാക്കി. എന്നിട്ട് ഈ പാവങ്ങൾ ലീഗിനെ വിശ്വസിച്ച് നിന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും ബെസ്റ്റ്, ആർക്കും കൊടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വീടാണ് മുസ്ലിം ലീഗ് കൊടുത്തത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് കുഞ്ഞാടി സാഹിബിനെ പോലുള്ള ഒരാളൊക്കെ ഇത്രയും ആളുകളെ മുന്നിൽ ഇങ്ങനെ വിതുമ്പിക്കൊണ്ട് അവിടെ ഇരുന്നത്. അത്രയും ഇടങ്ങാറുണ്ട്, അത്രയും അവരൊക്കെ സഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പിന്നിൽ. കുഞ്ഞാടി സാഹിബ് ആ നിയമസഭയിൽ പറഞ്ഞ തന്നെ നമുക്ക് കേട്ടില്ലേ. സർക്കാരിന്റെ പിറകെ കുറെ നടന്നു, സ്ഥലം കിട്ടുന്ന കരുതി കിട്ടിയില്ല, അങ്ങനെ ഞങ്ങൾ ഇറങ്ങാണ് എന്നാ പറഞ്ഞത്. അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് ഈ ഭൂമിന്റെ പ്രശ്നം പറഞ്ഞ് കുറെ മുടക്കലുകൾ ഉണ്ടായത്. അതൊക്കെ തരണം ചെയ്ത് ഇന്ന് ഈ ലെവലിലെത്തി എല്ലാവരും സന്തോഷത്തോടെ ആ വീട്ടിൽ താമസിക്കണം. ഇനിയെങ്കിലും ഈ പാർട്ടിയെയും ആ ഇരകളെയൊക്കെ വെറുതെ വിടണം.